ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് യുവർസ്കൈയുടെ സ്പെഷ്യൽ എപ്പിസോഡായ യുവർസ്കൈ ഓഫ് അസ് കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ടീറാക്ക് പതിവ് പോലെ കോളേജിലേക്ക് പോകുന്നതായിട്ടാണ്. നമ്മുടെ ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ടീറാക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ പേര് ടീറാക്ക് എന്നാണ്, എല്ലാവരും എന്നോട് പറയാറുണ്ട് എൻ്റെ പേര് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നിട്ട് പതിവ് പോലെ എല്ലാവരോടും ഹലോ പറഞ്ഞിട്ട് സന്തോഷത്തോടെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. അവിടെ കോഫി മേക്ക് ചെയ്യുന്ന ആളോട് ഹലോ പറഞ്ഞിട്ട് ഹോട്ട് അമേരിക്കാനോ വേണമെന്ന് പറയുന്നു. ഇയാൾ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പം ടീറാക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ കപ്പിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് എഴുതി തരാൻ പറ്റുമോ എന്ന്. അപ്പം അയാൾ ചോദിക്കുന്നു, അല്ലേ എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ കപ്പിൽ എഴുതേണ്ടതെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അത് പിന്നെ മൈ സ്കൈ യു ക്യാൻ ഡു ഇറ്റ്, അതിൽ എസ് ക്യാപിറ്റലൈസ് ആയിരിക്കണം, അതുപോലെ 2 മേഘം വരയ്ക്കണം, പിന്നെ 14 ഹാർട്ടും എന്ന്. ഇത്രയും വരയ്ക്കുക എഴുതുകയും വേണമെന്ന് കേട്ട അയാളാണെങ്കിൽ അവനോട് പറയുന്നു, നീ തന്നെ ഇത് വരച്ചോ, ഞാൻ പോയി നിനക്ക് വേണ്ട കോഫി ഉണ്ടാക്കിയിട്ട് വരാന്ന്. അങ്ങനെ ടീറാക്ക് തന്നെ അത് വരയ്ക്കുകയാണ്. അങ്ങനെ അയാൾ അമേരിക്കാനെ തയ്യാറാക്കി കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, മൈ സ്കൈ ആരുടെ പേരാണെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അതെൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ പേരാണെന്ന്. അത് കേട്ട അയാളാണെങ്കിൽ ഷൈ ആയതുപോലെ ചിരിച്ചിട്ട് പറയുന്നു, ഓ അവൻ വെയിറ്റ് ചെയ്യുകയായിരിക്കും, നീ പൊയ്ക്കുവന്ന്. അത് കേട്ട ടീറാക്കാണെങ്കിൽ ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അവിടെ ഫായാണെങ്കിൽ ടീറാക്കിന് കോക്കോ ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ടീറാക്ക് വന്നിട്ട് ഫാക്ക് ഒരു കിസ് കൊടുത്തിട്ട് രണ്ടുപേരും കപ്പ് കൈമാറുകയാണ്. ടീറാക്ക് ഫാ കൊണ്ടുവന്ന കോക്കോ കുടിച്ചിട്ട് പറയുന്നുണ്ട്, നീ തരുന്ന കോക്കോയാണ് ഈ വേൾഡിൽ ബെസ്റ്റ് കോക്കോ എന്ന്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് അകത്തേക്ക് പോയാലോ എന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് പോവുകയാണ്. അവിടെ ജോയി ആണെങ്കിൽ ലിയോട് പറയാണ്, ഞാൻ ടൈപ്പിനെ ഒരുപാട് മിസ് ചെയ്യുന്നു, പിന്നെ എൻ്റെ ഫേവററ്റ് ബേക്കറിയിൽ ഒരു സെയിൽ നടക്കുകയാണ്, അപ്പോൾ എൻ്റെ കൂടെ ആരാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ലീ പറയുന്നുണ്ട്, നീ ടീറാക്കിനോട് ചോദിച്ചു നോക്ക്, ഇതവൻ്റെ ബർത്ത്ഡേ മന്ത് അല്ലേ എന്ന്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ടീറാക്കും ഫായും വരുന്നു. ജോയി ആണെങ്കിൽ എപ്പോഴത്തെയും പോലെ അവരെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഫായ ആണെങ്കിൽ ടീറാക്കിൻ്റെ ചെവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഐ ലവ് യു ടീറാക്ക്, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ജോയി ആണെങ്കിൽ ടീറാക്ക് അവിടെ ചെന്ന് ഇരുന്ന ഉടനെ എപ്പോഴത്തെയും പോലെ, ഓ നിങ്ങളെന്ത് ലവ്ലി കപ്പിളാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് ജലസ് തോന്നുന്നുണ്ട്, അതിന് കാരണം നിനക്ക് ഫായ കിട്ടിയതിന് ശേഷം നിൻ്റെ മുഖം എപ്പോഴും ഹാപ്പിനെസ് കൊണ്ട് ഗ്ലോ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, നീ പറയുന്നത് ശരിയാണ്, ഞാനിപ്പോൾ നല്ല ഹാപ്പിയാണ്, കാരണം ഫാ നല്ല കൈൻഡ് ആണ്, അതുപോലെ റെസ്പോൺസിബിൾ ആണ്, അതുപോലെ എന്നെ നല്ലതുപോലെ കെയർ ചെയ്യുകയും ചെയ്യുമെന്ന്. അത് കേട്ട ലീ പറയുന്നു, ശരിയാ അവൻ എന്നെ പോലെയാണെന്ന്. അപ്പം ജോയി പറയുന്നു, ഞാൻ അവനെ പറ്റിയാണ് പറഞ്ഞത്, അല്ലാതെ മറ്റുള്ളവരെ പറ്റിയല്ലെന്ന്. അങ്ങനെ ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഫാ നടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം അവിടേക്ക് റിയോയും ഹിയയും വരെയാണ്. ഹിയ ചോദിക്കുന്നു, ഫാ നീ എന്താ നോക്കുന്നേന്ന്. അപ്പം ഫാ പറയുന്നു, അത് പിന്നെ ഞാൻ ടീറാക്കിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് നോക്കുകയാണ്, പക്ഷേ എനിക്ക് ഒന്നും തന്നെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അപ്പം ഹിയ ചോദിക്കുന്നു, എന്താ എൻ്റെ ഹെൽപ്പ് വേണമോ, എന്നാൽ ഞാൻ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാം, മാച്ചിങ് ഷർട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇത് കേട്ട് റിയോ പറയുന്നു, എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര സിമ്പിളാണെന്ന്. അത് കേട്ട് ദേഷ്യം വന്ന് ഹിയ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഷൂ, ഹാറ്റ്സ്, ഗ്ലാസസ് അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നു. അപ്പം അത് കേട്ട ഫാ പറയുന്നു, എന്തിനാ ഒന്ന് സെലക്ട് ചെയ്യുന്നത്, ഞാൻ അതെല്ലാം അവന് വാങ്ങിക്കൊടുക്കാമെന്ന്. അപ്പം റിയോ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, നീ ബേബിനോട് ഹെൽപ്പ് ചോദിക്കുന്നു. അത് കേട്ട ഹിയ പറയുന്നു, എന്നാൽ നീ സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്ക്, അതെങ്ങനെ ഉണ്ടെന്ന്. കേക്കിൻ്റെ കാര്യം പറയുന്നത് റിയോയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവനത് പറയുമ്പോഴത്തേക്ക് ഹിയ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് കേക്ക് ഉണ്ടാക്കി തന്നാൽ അത് നിനക്ക് ഇഷ്ടമാകുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഓ നീ ഉണ്ടാക്കി തരുന്നത് നല്ല ടേസ്റ്റാണ് ബേബി എന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഫാക്കിനി അവിടെ നിന്നാൽ ശരിയാകില്ലെന്ന് തോന്നിയിട്ട് അവനാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് തീർന്നിട്ട് റിയോ ആണെങ്കിൽ ഫാ എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഫാ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഹിയയാണെങ്കിൽ നിന്നെ കാരണമാണ് അവൻ പോയതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. റിയോയാണെങ്കിൽ ബേബി എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ ബേബാണെങ്കിൽ ഫാ ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഫാ നിനക്ക് എന്ത് പറ്റി, എന്താ നീ മുഖം ഇങ്ങനെ ആക്കി വെച്ചോണ്ടിരിക്കുന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ടീറാക്കിന് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണം, എന്ത് വാങ്ങണമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ലെന്ന്. അത് കേട്ട് അവൾ പറയുന്നു, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ വറീഡ് ആകേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന്. അപ്പം ഡോം ചോദിക്കുന്നു, ഇതെങ്ങനെയുണ്ട്, അവനോട് തന്നെ അവൻ എന്താണ് ബർത്ത്ഡേക്ക് വേണ്ടതെന്ന് നീ ചോദിച്ചു നോക്കെന്ന്. അപ്പം ഫാ ചോദിക്കുന്നു, അതൊരു സർപ്രൈസ് ആകില്ലല്ലോ എന്ന്. അപ്പം ഹിയ പറയുന്നു, എന്നാൽ നീ ഇൻഡയറക്റ്റ്ലി അവനോട് ചോദിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നു. അത് കേട്ടിട്ട് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നിയത് കൊണ്ട് അവൻ അത് ശരിയായെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഇത് കണ്ട ബേബ് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്ക് പോകുന്നു, ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ നോക്കുകയാണോ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നീ പോയെന്ന്. അങ്ങനെ അവനാണെങ്കിൽ മടിയോടുകൂടി അവിടെ ഇരിക്കുകയാണ്. അടുത്ത സീനിൽ അവർ 4 പേരും ആണെങ്കിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണം. പ്ലാൻ അനുസരിച്ച് ഹിയയും റിയോയും ആണെങ്കിൽ ടൈപ്പും ജോയി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് സ്നാക്സും വാങ്ങിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജോയി അത് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്നാക്സ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വരുന്നോ, എന്താ എന്തെങ്കിലും നടത്താനുണ്ടോ എന്ന്. അപ്പോൾ ഹിയ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾക്കതൊരു
ലോട്ടറി അടിച്ചു അതുകൊണ്ട് വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. പിന്നെ ഈ ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അതായത് ട്രിപ്പ്, ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും എന്ന്. ഇത് കേട്ട റിയോയാണെങ്കിൽ ഇവൻ ഇത് കുളമാക്കുമെന്ന രീതിയിൽ വളച്ചൊടിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, ഇവിടെ അടുത്തൊരു പുതിയ കോഫി ഷോപ്പ് വരുന്നു, അവിടെ ബർത്ത്ഡേ പ്രൊമോഷനൊക്കെ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചതെന്ന്. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയം അവിടേക്ക് ഡോമും ബേബും വരുന്നുണ്ട്. അവർ വന്നതിൻ്റെ പിന്നാലെ തന്നെ ഫായും ടീറാക്കും വരുന്നു. ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും ഇവിടെ എന്ത് ചെയ്യുകയാണ്? അപ്പോൾ ജോയും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന്. അത് കേട്ട ഫായ് ആണെങ്കിൽ ഞെട്ടിയിട്ട് ടീറാക്ക് നമുക്ക് അവിടെ പോയി നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ടീറാക്കിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവർ പോയി കഴിഞ്ഞ് ഡോം ചോദിക്കുന്നുണ്ട്, നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ എന്ന്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അവർ 4 പേരും കൂടെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ജോയിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ടുണ്ട്. അവൾ ടൈപ്പിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് വിയേഡായിട്ട് തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ ടൈപ്പ് പറയുന്നു, എനിക്കങ്ങനെ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ അവൾ പറയണ്, എനിക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണമെന്ന്. അതിനുശേഷം അവർ 4 പേരും ഫായ് ഇരിക്കുന്നിടത്തേക്ക് ചെന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ടീറാക്കിനോട് ചോദിക്കുന്നത്. ഫായ്ക്കാണെങ്കിൽ അതെങ്ങനെ ചോദിക്കണമെന്ന് അറിയത്തില്ല. ഇവനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് കണ്ട ടീറാക്ക് ചോദിക്കുന്നുണ്ട്, ഫാ നിനക്ക് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഫാ ചിരിച്ചിട്ട് പറയുന്നു, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എന്തോ ചിന്തിച്ചിരുന്നു അത്രേ ഉള്ളെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചിന്തിച്ചതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അത് പിന്നെ ടീറാക്ക് നിനക്ക് എന്ത് കഴിക്കാൻ വേണമെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, നിനക്കെന്ത് വേണമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിനക്ക് എന്താണോ വേണ്ടത് അതെനിക്ക് മതിയെന്ന്. അപ്പോൾ ടീറാക്ക് പറയാണ്, നിനക്കറിയാമോ ഇന്ന് എന്നോട് ജോയ് ചോദിച്ചു നമ്മൾ എപ്പോഴെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന്. അപ്പോൾ ഫാ പറയുന്നു, ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിന്നെ ബോദർ ചെയ്താൽ നമുക്ക് അതിനെപ്പറ്റി അപ്പോൾ സംസാരിക്കാമെന്ന്. ഫാ വീണ്ടും അവരെ നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ചോദിക്കടാ എന്ന്. അപ്പോൾ ടീറാക്ക് നീ എന്താ നോക്കുന്നതെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫാ ടീറാക്കെന്ന് വിളിച്ചിട്ട് അവനെ ഇങ്ങോട്ട് തിരിച്ചിരുത്തുകയാണ്. അപ്പോൾ ടീറാക്ക് പറയുന്നു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നാ പറയുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഇവനിപ്പോൾ ചോദിക്കുമെന്ന് കരുതുന്നുണ്ട്, പക്ഷെ അവനാണെങ്കിൽ ഒന്നും ചോദിക്കുന്നില്ല. ഇത് കണ്ട് അവർ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഡോമ് ബേബിനോട് പറയുന്നുണ്ട്, ബേബ് നീ അവനെ സഹായിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ രാത്രി ബേബിനെ കാണാനായിട്ട് ടീറാക്ക് വന്നിട്ട് പോകാനായിട്ട് നടക്കുമ്പോൾ അവളാണെങ്കിൽ പോകാൻ സമ്മതിക്കാതെ അവനെ അവിടെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട്, ടീറാക്ക് എനിക്ക് ഒരു കാര്യത്തിൽ നിൻ്റെ ഒപ്പീനിയൻ വേണം, അത് പിന്നെ എനിക്ക് ഡോമിനെ സർപ്രൈസ് ചെയ്യണമെന്ന്. അത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നു, അല്ല എന്ത് കാര്യത്തിനാണ് നീ ഇപ്പോൾ ഡോമിനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് കേട്ടിട്ട് ബേബ് പറയുന്നു, അത് പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ചെയ്യാനാണെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, അതിന് നിങ്ങളുടെ ആനിവേഴ്സറി ഇപ്പോൾ അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തതല്ലേ ഉള്ളെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ അത് ശരിയാ, ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഹാൻഡ്സ് ഹോൾഡ് ചെയ്ത ദിവസം, അത് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ട് അതിൻ്റെ ആനിവേഴ്സറിക്ക് അവനെ സർപ്രൈസ് ചെയ്യാനാണെന്ന്. അത് കേട്ട അവനാണെങ്കിൽ പറയുന്നു, ശരി എന്നാ പറയുന്നത്. അങ്ങനെ ടീറാക്ക് പറയുന്നത്, അവന് ഫ്ലവേഴ്സ് വാങ്ങി കൊടുക്കുക, അതുപോലെ ബലൂൺസ് എങ്ങനെയുണ്ട് അത് നല്ലതായിരിക്കില്ലേന്ന്. ഇവളാണെങ്കിൽ ഇവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം അവനിഷ്ടമുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അങ്ങനെ ആ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ പിറ്റേന്ന് ഫായെ കാണിക്കുന്നു. ഇവർ ബർത്ത്ഡേ സർപ്രൈസിൻ്റെ കാര്യം പറയുന്നതൊക്കെ അതുവഴി പോകുന്ന ജോയ് കേൾക്കുന്നു. അവളാണെങ്കിൽ കേട്ടിട്ട് കേൾക്കാത്ത മാതിരി, അയ്യോ ഞാനൊന്നും കേട്ടില്ലേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നു. അത് കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവൾ കേട്ടെന്ന്. അങ്ങനെ അവളെ പിന്നാലെ അവർ ഓടുന്നു. ഓടി പാതി എത്തുമ്പോഴത്തേക്കും അവളാണെങ്കിൽ ടൈപ്പിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, സ്ലൈഡ് റൂമിൽ ഞാൻ കാണും, നീ അവിടെ എന്നെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഇവനാണെങ്കിൽ പറയുന്നുണ്ട്, നീ കാര്യം പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഇപ്പം പറയാക്കില്ലെന്ന്. എന്നിട്ട് അവൾ കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും ഓടുകയാണ്. അവർ അവളെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ പകുതി വെച്ച് ടൈപ്പിനെയും കാണുകയാണ്. ടൈപ്പിനോട് കാര്യം എന്താണെന്ന് പറയരുതെന്ന് റിയോ പറയുന്നുണ്ട്. പക്ഷേ ടൈപ്പ് അവളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ജോയി എന്നോട് പറയുന്നു. അത് കേട്ട ജോയി ആണെങ്കിൽ കാര്യം എന്താണെന്ന് പറയാണ്. അത് പിന്നെ ഫാ ടീറാക്കിന് വേണ്ടി ഒരു ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണെന്ന്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഓടാൻ. അങ്ങനെ ഓടി ഓടി അവസാനം ടൈപ്പ് സ്ലൈഡ് ചെയ്യുന്നു. അവൻ്റെ പിന്നാലെ ഹിയയും റിയോയും പോകുന്നുണ്ട്. ടൈപ്പ് തറയിൽ ചെന്ന് വീഴുമ്പോൾ അവൻ്റെ പുറത്തേക്ക് അവർ രണ്ടുപേരും ചെന്ന് വീണ് അവൻ അവിടെ ലോക്കാകുന്നു. ജോയി രക്ഷപ്പെടാമെന്ന് കരുതി ഓടുന്ന സമയത്ത് ഫാ അവിടെ വന്ന് അവളെ തടഞ്ഞു നിർത്തുന്നു. ഈ സമയം അവിടേക്ക് ഡോമും ബേബും വരുന്നുണ്ട്. അവർ വന്നുടനെ തന്നെ അവിടേക്ക് ലീയും ചെയ്യും വരുന്നു. അവരെ കണ്ടിട്ട് ജോയും ടൈപ്പും പറയുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കുന്നു. അപ്പം ലീ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന്. അപ്പം ടൈപ്പിനോട് അവർ പറയുന്നുണ്ട് പറയരുതെന്ന്. പക്ഷേ ടൈപ്പ് അവനോട് കാര്യം പറയുകയാണ്. അപ്പം അത് കേട്ടിട്ട് ഫായാണെങ്കിൽ എല്ലാവരും അറിഞ്ഞെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
ക്ലാസ്സിൽ ചെന്നിട്ട് അവർക്ക് ആകെയുള്ള സമാധാനം ടീറാക്ക് അത് അറിഞ്ഞില്ലല്ലോ എന്നതാണ്. ഈ സമയം അവിടേക്ക് പ്രൊഫസർ വരുന്നു. അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാനാണ് വരുന്നത്. അതിനായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 പ്ലോട്ട്സ് ആണ്. അതിൽ ഒന്നാമത്തേത് ടീനേജേഴ്സിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതായത് അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും പേരൻസിൻ്റെ എക്സ്പെക്റ്റേഷനിൽ നിന്നും അവരുടെ ഡ്രീംസ് അവർ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതിനെയും പറ്റിയാണ് ഈ സ്റ്റോറി എന്ന്. അത് കേട്ട പ്രൊഫസർ പറയുന്നു, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ ഇത് കോമൺ ആയിട്ടുള്ളതല്ലേ, വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന്. അപ്പോൾ ഡോം പറയുന്നു, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് LGBTQ ലവ് സ്റ്റോറിയാണ്. അതായത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവരനുഭവിക്കുന്ന സ്ട്രഗിൾസും ചലഞ്ചസ് ഒക്കെ എന്ന്. അപ്പോൾ പ്രൊഫസർ പറയുന്നു, എനിക്ക് തോന്നുന്നത് രണ്ടാമത്തേതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. പിന്നെ നിങ്ങൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് LGBTQ കപ്പിൾ മറ്റ് കപ്പിൾസിൽ നിന്നും എത്രമാത്രം ചലഞ്ചസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കണക്ട് ചെയ്ത് പറഞ്ഞാൽ അത് വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുമെന്ന്. എന്തായാലും നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് പോസ്റ്റേഴ്സൊക്കെ പ്രസൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പ്രൊഫസർ പോകുന്നു. രാത്രി ഒരുപാട് സമയം ഇരുന്ന് ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നാണ് നോക്കുന്നത്. പിറ്റേന്ന് രാവിലെ ടീറാക്ക് തയ്യാറാക്കിയ ടോയുടെ സെയിലിനെ പറ്റി സംസാരിക്കുകയാണ് ലീയും ചെയ്യും. അപ്പം ടീറാക്ക് പറയുന്നു, അച്ഛൻ പറഞ്ഞിരുന്നു അച്ഛനെ അറിയാവുന്ന ആർക്ക് കൊടുക്കാമെന്ന്. രാത്രി ടീറാക്ക് ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അച്ഛൻ വരുന്നു. ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ വർക്കൊക്കെ എങ്ങനെയുണ്ട്, ബിസിയാണോ എന്ന്. അപ്പം അച്ഛൻ പറയുന്നു, ഞാൻ നല്ല ടയേർഡാണ്, പിന്നെ അതൊക്കെ നോർമൽ തന്നെയെന്ന്. എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നിൻ്റെ ബർത്ത്ഡേ വരെയല്ലേ, ഈ വർഷത്തെ ബർത്ത്ഡേക്ക് നിനക്ക് എന്ത് വേണമെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, എപ്പോഴും എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഫായും ബേബും ഗ്രാൻഡ് പായും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നാൽ മതിയെന്ന്. അപ്പം അച്ഛൻ പറയുന്നു, ശരി, പിന്നെ ഫായോടൊപ്പം എങ്ങനെ ഉണ്ടെന്നും ചോദിക്കുന്നു. അപ്പം ടീറാക്ക് പറയുന്നു, അതൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നു, അവൻ നല്ല കൈൻഡാണ്, അതുപോലെ എന്നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അച്ഛൻ പറയുന്നു, അതറിഞ്ഞതിൽ എനിക്ക് സന്തോഷമെന്ന്. അപ്പം ടീറാക്ക് ചോദിക്കുന്നു, അച്ഛൻ കഴിച്ചായിരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കി തരാമെന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നു, നീ എന്തിനാ ഉണ്ടാക്കി തരുന്നത്, നിൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തെങ്കിലും കുക്ക് ചെയ്ത് കാണുമല്ലോ, എന്താ പ്രശ്നമെന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, എനിക്ക് തോന്നുന്നത് അമ്മ അച്ഛനോട് ദേഷ്യത്തിലാണെന്ന്. അച്ഛൻ ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്, ദേഷ്യത്തിലോ എന്ന്. അപ്പം ടീറാക്ക് പറയുന്നു, അമ്മ നല്ല അപ്സെറ്റ് ആണെന്ന്. എന്നിട്ട് അവൻ ചിരിക്കുന്നുമുണ്ട്. അത് കാണുമ്പോഴേ അച്ഛന് മനസ്സിലാകുന്നുണ്ട് അവൻ കള്ളം പറഞ്ഞതാണെന്ന്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നീ കള്ളം പറഞ്ഞതാണല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അല്ല, കള്ളമൊന്നും അല്ലെന്ന്. അങ്ങനെ അച്ഛൻ കളിക്ക് അവനെ ടേബിളിന് ചുറ്റുവിട്ട് ഓടിക്കുകയാണ്. അങ്ങനെ ഓടിക്കളിച്ചൊക്കെ കഴിഞ്ഞ് അവനാണെങ്കിൽ അച്ഛനെ ഹഗ് ചെയ്യാണ്. അവിടെ ഫായും ഫ്രണ്ട്സും ആണെങ്കിൽ ടീറാക്കിൻ്റെ ബർത്ത്ഡേ സർപ്രൈസിന് വേണ്ടിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാണ്. ഈ സമയം ടീറാക്ക് ഫായെ കോൾ ചെയ്തിട്ട് പറയുന്നു, ഫാ അച്ഛൻ എന്നോട് ചോദിച്ചു ബർത്ത്ഡേക്ക് എനിക്ക് എന്താണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് എല്ലാവരോടൊപ്പം ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതിയെന്ന്. ഇത് കേട്ടിട്ട് ഫായാണെങ്കിൽ ചിരിക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എവിടേക്കാണ് വർക്കിനായിട്ട് പോയതെന്ന്. അപ്പോൾ ഫാ ആൻസർ പറയുന്നതിന് മുമ്പ് ലീ വന്നിട്ട് ഫാ ഫ്ലവേഴ്സ് എന്ന് പറയുന്നു. അത് കേട്ട ഫാ മിണ്ടാതിരിക്കുക ടീറാക്ക് എന്ന ആക്ഷൻ കാണിക്കുന്നു. ടീറാക്ക് ചോദിക്കുന്നുണ്ട്, അത് ലീ ആണോ എന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതെ, എനിക്ക് തോന്നുന്നത് അവൻ ജയ്യെ കോൾ ചെയ്യുകയാണെന്ന്, അതുകൊണ്ടാണ് ഇത്രയും ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, അങ്ങനെയാണല്ലേ, പിന്നെ നീ വീട്ടിലേക്ക് പോകാൻ താമസിക്കല്ലേ, നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ വറീഡാണെന്ന്. അപ്പോൾ ഫാ അറിയാതെ പറയുന്നു, ഞാനിപ്പോൾ പ്രിപ്പയറിങ്ങിലാണെന്ന്. ഇത് കേട്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, എന്തെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ ഡോക്യുമെൻ്റ് പ്രിപ്പയറിങ്ങിലാണെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകുമെന്ന്. അപ്പോൾ ടീറാക്ക്, നീ നിൻ്റെ വർക്ക് എൻജോയ് ചെയ്തോ, ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. കോള് കട്ട് ചെയ്തോടനെ ലീ പറയുന്നുണ്ട്, സോറിയടാ, എനിക്കറിയത്തില്ലായിരുന്നു അവനാണ് കോളിലെന്ന്, പിന്നെ ഈ ഫ്ലവർ തികയില്ല, കുറച്ചുകൂടി വേണമെന്ന്. അപ്പോൾ ഹിയയും പറയുന്നു, അതേ, കുറച്ചുകൂടി വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ റിയോയാണെങ്കിൽ അവനെ കളിയാക്കുന്ന രീതിയിൽ ശരിയാണെന്ന് പറയുന്നു. ലീ ആണെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് ജയ് നിൽക്കുന്നിടത്തേക്ക് പോയി നിന്ന് ജോലി ചെയ്യാണ്. ഡോം ചോദിക്കുന്നുണ്ട്, നീ ബേബിനോട് ചോദിച്ചോ എപ്പോഴാണ് ടീറാക്കിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്ന്. അപ്പോൾ ഫാ പറയുന്നു, ചോദിച്ചായിരുന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ശരി, എന്തായാലും ഇനിയിപ്പോൾ വെറുതെ നിൽക്കാതെ വന്ന് സഹായിക്കാൻ നോക്കുന്നു. അവിടെ ടീറാക്ക് TV കാണുന്ന സമയം ബേബ് അവിടേക്ക് വന്നിട്ട് നീ എന്താ കാണുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, ഞാനൊരു സീരീസ് കാണുകയാണെന്ന്. എന്നിട്ട് ടീറാക്കാണെങ്കിൽ ബേബ് ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ബേബ് നീ പുറത്തേക്ക് പോവുകയാണോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, അതേ, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, ഡോമിന് അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പാർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല വറീഡാണ് അവൻ കുടിച്ചാലോ എന്ന്. അതുകൊണ്ട് ഞാൻ കരുതി അവനെ പിക്ക് ചെയ്യാമെന്ന്. എന്താ, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന്. അപ്പോൾ ടീറാക്ക് പറയുന്നു, ഞാൻ വരാം, പിന്നെ നീ അവനെ പിക്ക് ചെയ്യാനാണോ ഈ ഡ്രസ്സ് ഇട്ടതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണയില്ലേ, അതുകൊണ്ടാണ് ഇതിട്ടത്, പിന്നെ നീ ഇതിടണ്ട,
പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നു, ജസ്റ്റ് ഡോമിനെ പിക്ക് ചെയ്യാൻ പോകുന്നതിന് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന്. അപ്പോൾ ബേബ് പറയുന്നു, അത് പിന്നെ അതൊരു ഫാൻസി പ്ലേസ് ആണ്, അവിടെ എൻ്റർ ആകണമെങ്കിൽ അത് ചെയ്താലേ പറ്റുള്ളെന്ന്. അത് കേട്ട് അവനാണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് അകത്തേക്ക് പോകുന്നു. ബേബാണെങ്കിൽ പ്ലാൻ സക്സസ് ആയതിൻ്റെ സന്തോഷത്തിൽ പതുക്കെ കൈ അടിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴി ടീറാക്കിൻ്റെ പുറകെ ബേബ് നടക്കുന്നത് കണ്ടിട്ട് ടീറാക്ക് ചോദിക്കുന്നുണ്ട്, എന്താ ബേബ് നീ എൻ്റെ പുറകെ വരുന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അത് പിന്നെ എനിക്ക് ഷൈ ആയതുകൊണ്ടാണ് നിൻ്റെ പിന്നാലെ വരുന്നത്, പിന്നെ നീ വാ, മിഡ് നൈറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണമെന്ന്. അപ്പോൾ ടീറാക്ക് ചോദിക്കുന്നുണ്ട്, മിഡ് നൈറ്റോ എന്ന്. അപ്പോൾ അവൾ പറയുന്നു, ഒന്നുമില്ല, നീ വാ എന്ന് പറഞ്ഞ് അവനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ടീറാക്ക് അവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എന്താണെന്ന്. അപ്പോൾ അവൾ പറയുന്നു, നീ മുമ്പോട്ട് പോയെന്ന്. എന്നിട്ട് അവനെ അവിടെ നിർത്തിയിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ ടീറാക്ക് പോയി നോക്കുമ്പോൾ പൂവും അതിലൊരു നോട്ടും വെച്ചിരിക്കുന്നു. നോട്ട് എടുത്ത് വായിക്കുമ്പോൾ ടു മൈ സി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചിട്ട് അവനാണെങ്കിൽ ബേബ് എന്നും പറഞ്ഞ് തിരിയുമ്പോൾ ഫായും ഫ്രണ്ട്സും കൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ടീറാക്ക് എന്നും പറഞ്ഞ് കേക്കും കൊണ്ട് വരുന്നു. ഫായാണെങ്കിൽ അവനടുത്തേക്ക് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് പറയുന്നു. ടീറാക്ക് അവനോട് താങ്ക്സ് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ടാണല്ലേ ബേബ് വിയേർഡായിട്ട് പെരുമാറിയത്, പിന്നെ നീയാണോ ഇത് പ്ലാൻ ചെയ്തതെന്നും ചോദിക്കുന്നു. അപ്പോൾ ഫാ പറയുന്നു, അതേന്ന്. അപ്പോൾ ഹിയ പറയുന്നുണ്ട്, നിനക്ക് എന്ത് തരണമെന്ന് പറഞ്ഞ് അവൻ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു എന്ന്. അത് കേട്ട ടീറാക്ക് പറയുന്നു, നീ എനിക്ക് എന്ത് തന്നാലും എനിക്ക് ഇഷ്ടമാകും, കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇവൻ പറയുന്നതൊക്കെ കേട്ട് സന്തോഷമായ ഫായാണെങ്കിൽ ചിരിക്കുകയാണ്. പിന്നെ അവരെല്ലാവരും അവന് ഗിഫ്റ്റ് കൊടുത്തിട്ട് പാർട്ടി എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ബേബ് ഒന്നുകൂടി ടീറാക്കിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് മുകളിലേക്ക് പോകുന്നു. ടീറാക്ക് ഫായോട് താങ്ക്സ് ഫായ്, ഇന്ന് എനിക്ക് ഇത്രയും സന്തോഷം തന്നതിനെന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഫായാണെങ്കിൽ ടീറാക്കിൻ്റെ നെറ്റിയിൽ ഒരു കിസ് കൊടുക്കുകയാണ്. അപ്പോൾ ടീറാക്ക് ഫായോട് ചോദിക്കുന്നു, നിനക്ക് ഇന്ന് എന്നോടൊപ്പം സ്ലീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഫാ ഒരുമാതിരി നോക്കുന്നത് കണ്ടിട്ട് ടീറാക്ക് പറയുന്നു, അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് നിനക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നാണെന്ന്. അപ്പോൾ ഫാ പറയുന്നു, അതിന് ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഫായാണെങ്കിൽ ടീറാക്ക് കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ടീറാക്ക് പറയാണ്, ഈ ഡ്രസ്സിൽ നീ നല്ല അഡോറബിൾ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ തിരിച്ച് ഫായും പറയുന്നുണ്ട്, നീയും നല്ല അഡോറബിൾ ആയിട്ടുണ്ടെന്ന്. അതിനുശേഷം ടീറാക്കിനോട് ഫായാണെങ്കിൽ ഗുഡ് നൈറ്റ് മൈ സി എന്ന് പറയുന്നു. തിരിച്ച് ടീറാക്കാണെങ്കിൽ ഗുഡ് നൈറ്റ് മൈ സ്കൈ എന്നും പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഹഗ് ചെയ്ത് കിടന്നുറങ്ങിയാണ്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.